ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത്. എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് അൻഷാദ് എന്ന് പറയുന്നവൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. സീമാജി നായർ ചേച്ചി ഹോസ്പിറ്റലിൽ വന്നെന്നുള്ള സത്യമാണ്. എന്നെ കാണാൻ ICU കയറിയിട്ടില്ല, എന്നെ കണ്ടിട്ടില്ല. വീഡിയോ കോളിലാണ് എൻ്റെ ചേച്ചി കാണിച്ചു തന്നത് ചേച്ചീനെ. ഓക്കെ, സീമാജി നായരാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഇത് ഈ രേണുവായിട്ട് ബന്ധപ്പെട്ട വിഷയം എടുക്കണ്ട എന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. ആര് സമ്മതിക്കത്തില്ല? കാണുന്നവരും സമ്മതിക്കത്തില്ല, രേണുവും സമ്മതിക്കത്തില്ല, എൻ്റെ മനസ്സും സമ്മതിക്കത്തില്ല. എന്നാൽ പിന്നെ അങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീണ്ടും വരുന്നത്. പക്ഷേ നമ്മൾ പഴയ ട്രോള് സാധനം ഇല്ല കേട്ടോ. രേണുവിൻ്റെ വയ്യായികയെ മുൻനിർത്തി വയ്യായ്മയെ മുൻനിർത്തി രേണുവിനെ നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ട് ട്രോളുന്നില്ല കേട്ടോ. അപ്പം രേണു പറയുന്ന സാധനങ്ങളിൽ നിന്നുള്ള ചില പൊരുത്തക്കേടുകൾ മാത്രം പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പാട്ടിനെ അങ്ങ് പോകും. ഇതിനകത്ത് ഈ അൻഷാദ് പാല എന്ന് പറയുന്ന പുള്ളിക്കാരുണ്ട്. ഈ അൻഷാദ് പാലയാണ് രേണുവിൻ്റെ ഇപ്പോഴത്തെ മൗത്ത് പീസായിട്ട് കുറച്ച് നാളുകൾ കൊണ്ടേ പ്രവർത്തിക്കുന്നത്. എന്ത് പ്രശ്നം വന്നാലും വേറെ കുറച്ച് ആളുകൾ വേറെ കുറേ സാധനം പറയും, അൻഷാദ് വന്നിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ പറയും. കുറച്ച് നാളുകൾക്ക് മുമ്പ് അൻഷാദ് ഇതുപോലെ വന്നിട്ട് രേണു കിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, ചേറ്റയാണ് അവൻ ഇങ്ങനെ വന്ന് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്തുകൊണ്ട് കിച്ചു കയറി രേണു കയറി ഇങ്ങ് തൂങ്ങി എന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം വന്നിട്ട് രേണു പറഞ്ഞു, അങ്ങനെ രേണു സ്റ്റോറി ഇട്ടു, അങ്ങനെ വല്ലവൻ്റെ വീഡിയോ കണ്ട് തൂങ്ങുന്ന അല്ലടാ ഞാൻ എന്ന് പറഞ്ഞു. രേണു ഇല്ലെന്ന് പറയുന്നു, അൻഷാദ് തൂങ്ങി എന്ന് പറയുന്നു. അപ്പോൾ ഇതിന് അനുബന്ധിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ രേണുവിൻ്റെ ആത്മാർത്ഥ മിത്രവും ഇതേപോലെ തന്നെ രേണു തൂങ്ങി എന്ന് പറയുന്നുണ്ടായിരുന്നു. അതാ ഇവരൊക്കെ എന്തോന്നല്ല തൂങ്ങുന്നതെന്ന് പിടികിട്ടില്ല. നമുക്ക് ഈ ആത്മാർത്ഥ മിത്രം പറയുന്നത് കേൾക്കാം. കുറെ ചർച്ചകൾ വന്ന് രേണു ആത്മഹത്യ ശ്രമിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? സത്യമാണ്. കാരണം രേണുവിന് ഡെയിലി കോൺടാക്ട് ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഒരാൾക്ക് എത്ര സഹിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ നനച്ചിട്ട് ഇപ്പോൾ ഓൾറെഡി ഒരു പീക്ക് സിറ്റുവേഷനിലാണ് രേണു ഇരിക്കുന്നത്. അപ്പോൾ ആ സമയത്തും ഇങ്ങനെ ഓരോ കുത്തുവാക്കുകളും കാര്യങ്ങളും വരുമ്പോൾ അയാളുടെ കമന്റ്സുകൾ വായിക്കുമ്പോൾ നമുക്ക് ആരായാലും ഇത് രേണു സ്ഥലത്ത് ഞാനൊക്കെ ആണെങ്കിൽ എന്തോ ഞാൻ മരിച്ചു പോയത്. കാരണം പറ്റത്തില്ല. ഒന്നാമത് ഈ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നത് വീണ്ടും ഇതേപോലെ കുറേ പ്രശ്നങ്ങൾ നേരിടുന്നത് അവർ സ്വന്തം മകനെ പോലെ കണ്ട ആൾക്കാരുടെ കയ്യിൽ നിന്ന് ആകുമ്പോൾ കുറച്ചുകൂടി അത് പേഴ്സണലി ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഓൾറെഡി രേണു തൂങ്ങി എന്ന സാധനം ജാസിക്കും പേഴ്സണലായിട്ട് അറിയാമെന്ന് പറയുന്നേ. പൊന്നു സഖി ജാസിക്കും അറിയാം, അൻഷാദ് പാലയ്ക്കും അറിയാം. പക്ഷേ രേണു ഇതുവരെ അറിഞ്ഞിട്ടില്ല രേണു തൂങ്ങിയ വിഷയം. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല തൂങ്ങി എവിടെ ഇങ്ങനെ കഴുത്തിലൊരു പാടെങ്കിലും കാണണം. അങ്ങനെ പാടൊന്നും കാണുന്നില്ല. രണ്ടാമത്തെ അവരിവിടെ പിക്ക് ലൈൻ ഇട്ടിട്ടുണ്ട്. ഈ പിക്ക് ലൈൻ എന്ന് പറയുന്ന സാധനം അത്യാവശ്യം പെയിൻഫുൾ ആയിട്ടൊരു സാധനമാണ്. അത് അത്യാവശ്യം കെയർ എടുക്കേണ്ട സാധനമാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു മുറുക്കിയാലൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് വേദന എടുക്കും എന്നാണ് ഞാൻ ഈ പിക്ക് ലൈനെ കുറിച്ച് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇല്ലയോ, അതോ ഇനി ആരെങ്കിലും കെട്ടി തൂക്കിയതാണോ, ഇല്ലെങ്കിൽ ചേട്ടൻ കണ്ടെന്ന് പറഞ്ഞു, ചേട്ടൻ കണ്ട് രക്ഷിച്ചെന്നാണ് അൻഷാദ് പാല പറഞ്ഞു. ഇനി ചേട്ടൻ തന്നെ കെട്ടി ഒരു ഡ്രാമയാണോ എന്നൊന്നും അറിയത്തില്ല. ഓക്കെ, ഇനി ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ സീമാജി നായർ രേണുവിനെ കാണാൻ ചെന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതിന് രേണു ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവരുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ, അതാണ് ഈ ഒരു ഫോട്ടോ ആണ് ആദ്യം പുറത്ത് വിട്ടത്. ICUവിൽ കയറിയിട്ട് ഇവർ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പോലും മനസ്സിലാകാത്തത് പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജനറേറ്റ് ചെയ്ത ഒരു ഫോട്ടോ. ഈ ഫോട്ടോയുടെ കൂടെ തന്നെ രേണു ഒരു സാധനവും ടൈപ്പ് ചെയ്തിട്ടൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ആരോ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. സീമ ചേച്ചി എന്നെ കാണാൻ വന്നിരുന്നു, എന്നെ ചേർത്ത് പിടിക്കുന്നതിന് എൻ്റെ ഹൃദയത്തിൽ നിന്നും 1000 നന്ദി. ചികിത്സയ്ക്ക് വേണ്ടി ചേച്ചി നൽകിയ സഹായം മറക്കില്ല. എന്തി പോയോ? ജീവിതത്തിൽ ചില സ്നേഹങ്ങൾ വാക്കുകൾക്കതീതമാണ്. എൻ്റെ പ്രയാസകരമായ ഈ സമയത്ത് എന്നെ നേരിൽ കാണാനും ധൈര്യം പകരാനും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനും എത്തിയ സീമ ചേച്ചിക്ക് നന്ദി, ഹൃദയം നിറഞ്ഞ നന്ദി. ചികിത്സയ്ക്കായി ചേച്ചി നൽകിയ വിലമതിക്കാനാകാത്ത സഹായവും കരുതലും ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ഈ സ്നേഹവും പിന്തുണയും എനിക്ക് കൂടുതൽ ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകുന്നു. എൻ്റെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നു, സ്നേഹിക്കുന്നു, തോന്നുന്നു. ഇത് AI ജനറേറ്റ് ചെയ്യുമ്പോഴാട്ടോ ഇങ്ങനെ അക്ഷര പിശാച് കയറി വരുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. സീമ ചേച്ചി കണ്ട വിഷയത്തിലേക്ക് നമുക്ക് വരാം. നമുക്ക് രേണു പറയുന്നത് ബാക്കിയൂടെ കേൾക്കാട്ടോ. പിക്ക് AI പിക്കാന്ന് ബുദ്ധിയുള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാം മനസ്സിലാക്കുന്ന കാര്യമാണ്. ഞാനിട്ടേക്കുന്ന AI പിക്ക്. അങ്ങനെ ഒരു പിക്ക് ചേച്ചിനെ നേരിട്ട് കാണാത്തതുകൊണ്ട്, എടുക്കാൻ പറ്റാത്തതുകൊണ്ടും, ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടും, IC കയറ്റാത്തതുകൊണ്ടും ആ ഒരു പിക്ക് AI വെച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ആ AI വെച്ചിട്ട്. അല്ലാതെ അത് എല്ലാ
അല്ല, എന്തിന് ഇത്ര കഷ്ടപ്പെട്ട് ഈ ഫ്രണ്ട്സിനെ കൊണ്ട് ഇങ്ങനെ രേണുവിനെ പ്രമുഖരായ ആളുകൾ കാണാൻ വരുമ്പോഴത്തേനും അത് AI ജനറേറ്റഡ് പിക്കാക്കി എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്? അത് എന്തിനാണ് അങ്ങനെ ഒരു പ്രസ്താവന, അല്ല അങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത്? മുകേഷ് നായർ കാണാൻ വന്നു എന്ന് പറഞ്ഞിട്ട് AI ജനറേറ്റഡ് ആണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ലോ. അങ്ങനെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സീമാജി നായർ വന്നു എന്നുള്ള കേസിൽ അവരുടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തിനാണ് അങ്ങനെ ഒരു പബ്ലിസിറ്റി കൊടുക്കുന്നത്? ഇന്ന പ്രശസ്തരായിട്ടുള്ളവരെ കാണാൻ വന്നു എന്നുള്ള പബ്ലിസിറ്റി ഇപ്പോൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. കണ്ടറിയാം AI ആണ്. അപ്പൊ പിന്നെ അവിടെ ആ ഹോസ്പിറ്റലിൽ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് നമുക്ക് ICU ഇടേണ്ട വേഷം. മെഡിക്കൽ കോളേജിന്റെ കാര്യം അറിയാലോ, ആരും ICU കയറ്റത്തൊന്നുമില്ല. ചേച്ചി ആവശ്യത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം ബാത്റൂമിൽ പോകണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ സിസ്റ്റർമാർ വിളിക്കുമ്പോൾ എൻ്റെ ചേച്ചി വന്ന് കാണും. അതല്ലാതെ വെറുതെ സഹായം ചെയ്യുന്നവരെ, എന്നെ വന്ന് കാണുന്നവരെ ഇങ്ങനെ ക്രൂശിക്കരുത് ദയവേ. നിങ്ങൾക്ക് നമ്മളാണോ ക്രൂശിച്ചത്? ഈ സഹായം ചെയ്യുന്നവരെയും നിങ്ങളെ സ്നേഹിക്കുന്നവരെയും നിങ്ങളല്ലേ ഈ സോഷ്യൽ മീഡിയക്ക് ഇട്ട് കൊടുക്കുന്നത്? ഒരു AI ജനറേറ്റഡ് പിക്ക് ഇട്ടു, ഓക്കെ, ഇതിന് അൻഷാദ് ഒന്ന് കമൻറ്റ് ചെയ്തു, ഓക്കെ, ഇവർ നേരിട്ട് അവിടെ വന്നിട്ടില്ല, ഇവർ വന്നു പക്ഷെ കാണാൻ സാധിച്ചിട്ടില്ല, വാട്സപ്പ് വീഡിയോ കോളിലൂടെയാണ് കണ്ടത്, ഒരു ചെറിയ സഹായം നൽകി. അപ്പോൾ രേണുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഈ അൻഷാദ് വന്നിട്ട് എന്തോ പുറകിൽ കൂടെ കണ്ടു, അതിൽ കറങ്ങി ഓടി എന്നൊക്കെ പറഞ്ഞു എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാദം. അൻഷാദിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. സോ കേട്ടറിവാണ്. മുരുകനെന്ന സത്യത്തെക്കാട്ടിലും വലുതാണല്ലോ കേട്ടറിവെന്ന സത്യം. എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ ക്യാൻസറിന്റെ ചികിത്സയൊന്നും നിങ്ങൾ ഇതാക്കണ്ട. നിങ്ങൾ എന്നോട് വിരോധമുള്ളവർ വന്ന് എന്നെ കൊല്ലുക, അല്ലെങ്കിൽ വിഷം തന്നു. അതൊന്നും വേണ്ട, നമ്മളതൊക്കെ വിട്ട്. ഇപ്പോൾ രേണു പറഞ്ഞ എന്താ, സീമാജി നായർ എന്നെ നേരിട്ട് കണ്ടിട്ടില്ല, അവർ വന്നു പൈസയൊക്കെ തന്നിട്ട് പോയി, അത് AI ജനറേറ്റഡ് പിക്കാണ്. അപ്പം നമ്മളിപ്പോൾ രേണുവിൻ്റെ ഒരു രേണു ക്രിയേറ്റ് ചെയ്ത AI വെച്ച് ജനറേറ്റ് ചെയ്തൊരു സാധനം കണ്ടല്ലോ, അതിൻ്റെ താഴെ രേണു എഴുതിയിട്ടിരുന്നൊരു കമൻറ്റ് അല്ലെങ്കിൽ ഒരു ക്യാപ്ഷൻ ഞാൻ വായിക്കാം. ഇതിപ്പോൾ ഇല്ല കേട്ടോ, ഈ ഫോട്ടോ ഒക്കെ രേണു ഒക്കെ മുക്കി കണ്ടപ്പോൾ ഓടിയിട്ടുണ്ട്. ചേച്ചി വന്നു, എന്നെ കണ്ടു, സീമ ചേച്ചി, എനിക്ക് എന്ത് ഹാപ്പി ആയെന്നറിയുമോ? ചേച്ചി ഹെൽപ്പ് ചെയ്തു കേട്ടോ, എനിക്കത് മെഡിസിൻ വാങ്ങാനൊക്കെ പറ്റി, താങ്ക് യു ചേച്ചി. മറ്റു ഒരുപാട് പേർ എന്നെ സ്നേഹിക്കുന്നു, കൂട്ടത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു ഡേ കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചേച്ചി എന്നെ കണ്ടു എന്നിടുമ്പോഴത്തേനും കണ്ടു നിൽക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നത് നേരിട്ട് വന്ന് കണ്ടു എന്നായിരിക്കില്ലേ? ഒരു കോമൺ പീപ്പിൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്? അല്ല, ചേച്ചി എന്നെ വന്നിട്ട് എന്നെ നേരിട്ടുണ്ടല്ലേ, എന്നെ വീഡിയോ കോളിലൂടെ കണ്ടു എന്ന് പറയുമ്പോൾ രേണു പക്കത്തെ കാര്യം രേണു ഇപ്പോഴും ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തിനാന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അവർക്ക് ഈ വയ്യാതിരിക്കുന്ന സമയത്തും പലതരത്തിലുള്ള ഗിമ്മിക്കുകളാണ് അവിടെ ഇവിടെ എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതേ തുടർന്ന് അൻഷാദ് പാല മറ്റു കുറേ പോസ്റ്റ് ഇട്ടു. ആദ്യം രേണു ICUലാണെന്ന് പറഞ്ഞപ്പോൾ ഈ അൻഷാദ് പാല എന്ന് പറഞ്ഞു ICUലൊന്നുമല്ല, അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, അവൾ ജസ്റ്റ് ഒന്ന് ഛർദ്ദിച്ചു, കുറേ ആൾക്കാർ ചുമ്മാ അത് കൂട്ടി പറയുന്നതെന്ന് പറഞ്ഞു. രണ്ടാമത് രേണു വന്ന് കയറി തൂങ്ങി, കിച്ചു എന്ന് പറയുന്ന അവൻ പരനാറിയാണ്, അവൻ തെണ്ടിയാണെന്ന് പറഞ്ഞു, ആ സാധനം മുങ്ങി. മൂന്നാമത് ഈ സീമാജി നായരുടെ കേസിൽ അവൻ വീഡിയോ ഇട്ടു. അതിനുശേഷം രേണു വന്നിട്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അൻഷാദ് എന്ന് പറയുന്ന ഒരുത്തൻ, അവൻ പറയുന്ന ഒന്നും സത്യമല്ലെന്ന് പറഞ്ഞു, അവനെ പാടെ തള്ളി പറഞ്ഞു. അപ്പോൾ അവൻ 2 സ്റ്റോറി ഇട്ടു. അതിനകത്ത് ഒരു പോസ്റ്റ് മുക്കിയ പോസ്റ്റിലേക്ക് നമുക്ക് വരാം. ആദ്യം മുക്കാത്ത പോസ്റ്റ് കാണാം. ഒരു കാര്യം പറയട്ടെ, മനസ്സറിഞ്ഞ് ഒരാൾക്കും ഒരു സഹായം ചെയ്യരുത്, അത് നമുക്ക് തന്നെ വിനയാകും, സ്വാഭാവികം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ യവനെങ്കിലും, ഇന്നാളെന്നൊന്നുമില്ല, യവനെങ്കിലും ആത്മാർത്ഥമായിട്ട് സഹായിച്ചിട്ടുണ്ടോ അടിച്ച് തന്നിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ലോകത്തിൻ്റെ പോക്ക്, അങ്ങനെയാണ്. സത്യം കൈവശമുള്ളവന് ആരെയും പേടിക്കേണ്ട കാര്യമില്ല, എല്ലാം പുറത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിനക്ക് സോഷ്യൽ മീഡിയ റീച്ച് വേണ്ട, എനിക്ക് യൂട്യൂബിൽ റീച്ച് അല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്, എനിക്ക് അങ്ങനെ വീഡിയോ ഇട്ട് ജീവിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് താൻ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്ത് നിൽക്കുന്നത്? എന്തിനാണ് ആവശ്യമില്ലാത്ത പ്രശ്നത്തിനകത്ത് അൻഷാദ് ഒന്നും തലയിടുന്നതും എനിക്ക് മനസ്സിലായിട്ടില്ല. രേണുവിനോടുള്ള ആത്മാർത്ഥത മൂലമാണെങ്കിൽ കിട്ടിയല്ലോ, ബോധിച്ചില്ലേ, പോയാൽ മൂലക്കാണ് കേട്ടോ. പിന്നെ എനിക്ക് വട്ടാണെന്ന് പറഞ്ഞ് നടന്ന ഒരുത്തി കുരയ്ക്കുന്നുണ്ട്, അവളോട് പറയാനുള്ളത് ഓക്കെ. പിന്നെ തന്തയ്ക്ക് വിളിക്കേസൊക്കെയാണ് ഇവർക്കൊക്കെ, ഒന്ന് പറഞ്ഞ് രണ്ടിന് തന്തയ്ക്ക് വിളിക്കാനുള്ള പരിപാടികളൊക്കെയാണ്. ഇതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഈ അൻഷാദ് പാല എന്ന് പറയുന്ന പുള്ളിക്കാരനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ബേസിക് മര്യാദ പുലർത്തണം, നിങ്ങളുടേതായ ഒരു സെൻസ് ഓഫ് ബുദ്ധി നിങ്ങൾ പ്രയോഗിക്കണം. സോഷ്യൽ മീഡിയ വന്നിട്ട് ചീത്ത വിളിച്ചും അപരാധം പറഞ്ഞിട്ടും അല്ല ഈ സാധനങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുക കേട്ടോ. ഇനി മുഖ്യ പോസ്റ്റിലേക്ക് വരാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നിൽ നിന്നും പിന്മാറാൻ എനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല. പിന്നെ താങ്കൾ എന്തുകൊണ്ട് ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു? നമ്മൾ പറഞ്ഞില്ല, സത്യമാണ്, അതിന് മാറാൻ ഉദ്ദേശമൊന്നും ഇല്ലെങ്കിൽ എന്തിനാ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തേ? എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല. ഇതൊക്കെ ഞാൻ മെനഞ്ഞ കഥകളാണെങ്കിൽ നിയമപരമായി തന്നെ എന്നെ നേരിടണമല്ലോ. അപ്പോൾ അൻഷാദ് ഇതൊക്കെ ചുമ്മാ വന്നിട്ട് കള്ളം പറയുന്നതാണെങ്കിൽ നിയമപരമായിട്ട് നേരിടാനാണ് പറഞ്ഞത്. സത്യം, ഒരു രോഗിയായിട്ട് കിടക്കുന്ന ആളെ കുറിച്ച് അനാവശ്യമായിട്ടുള്ള അപരാധങ്ങൾ പറയുമ്പോഴത്തേനും അതിനെതിരെ കേസ് കൊടുക്കാനുള്ള സമ്പൂർണ്ണ റൈറ്റ്സും ആ ഒരു കുടുംബത്തിനുണ്ട്. കേസ് കൊടുക്കണം, പിന്നെ അകത്ത് നിർത്തണം പിള്ളേച്ച. എന്തൊക്കെ നിങ്ങൾ എന്നെ
അങ്ങനെ എന്തേ നിങ്ങൾ അങ്ങനെ ചെയ്യാത്ത? നീയൊക്കെ എത്ര കുരച്ചാലും അവസാന വിജയം സത്യത്തിന് മാത്രമാണ്. അതെൻ്റെ കൂടെയാണ്. 100% കോൺഫിഡൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് പുള്ളിക്കാരൻ ഈ കോൺഫിഡൻസോടെയുള്ള പോസ്റ്റൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഓടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളത് അൻഷാദ്, നിനക്കും മതിയായില്ലടാ. നീ എത്രാമത്തെ തവണ അവൻ്റെ അൻഷാദ് ഈ പണി മേടിക്കുന്നത്? അവരെ സപ്പോർട്ട് ചെയ്യും, ഒരു വീഡിയോ ഇടും, അവരും ഒന്ന് മാറ്റി പറയും, ഡിഷ് ഏറിപ്പോയി. അവർ അടുത്ത എന്തെങ്കിലും പറയും, സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടും, അവരും ഒന്ന് മാറ്റി പറയും, ഡിഷ്. ഇതിനാണ് ഇങ്ങനെ അപമാനിതനാകാൻ വേണ്ടിയിട്ട് താങ്കൾ അവിടെ നിൽക്കുന്നേ? അവരെന്തെങ്കിലും കാണിക്കട്ടെ, അവർ നല്ലതോ ചീത്ത എന്തെങ്കിലും കാണിച്ചിട്ട് പോട്ട്. ഇപ്പോൾ പണ്ട് നമുക്ക് കമൻസ് ബോക്സ് വരുമായിരുന്നു, അപ്പോൾ ഇവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. അതുപോലെ അവരെന്തോരം കാണിക്കട്ടെ, എന്തിനും ആവശ്യമില്ലാത്ത പള്ളിക്കൊക്കെ ഈ അൻഷാദ് കയറി നിൽക്കുന്നത്. അവർ വിവാദം ഉണ്ടാക്കിയില്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരിങ്ങനെ ചൊറിഞ്ഞ് വിവാദം ഉണ്ടാക്കി വിടും. അവന് വിവാദം ഉണ്ടാക്കാൻ മോശമൊന്നുമല്ല കേട്ടോ. ഇനി ഈ സീമാജി നായരിലേക്ക് പോവാം. നമ്മൾ കാലാകാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നൊരു സാധനം രേണു കുടുംബം, രേണുവിനെ പറയണ്ട, തങ്കച്ചൻ കുടുംബം, ആരൊക്കെ അവരെ സഹായിച്ചിട്ടുണ്ടോ അവരെയൊക്കെ എടുത്തിട്ട് ഹൈ 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 അലക്കുന്നൊരു സ്വഭാവം അവർക്കുണ്ട്. ഇവരെ സഹായിച്ചവരെല്ലാം ഇവരെ സഹായിച്ചുകൊണ്ട് ഇനി ഞാൻ ഒറ്റ മനുഷ്യനെ സഹായിക്കത്തില്ല എന്നൊരു തീരുമാനത്തിൽ എത്തിച്ചേരും. അതെന്താണ് ടെക്നോളജി എന്ന് എനിക്കറിയത്തില്ല. ഫിറോസിക്ക, ബിഷപ്പിനെ പിന്നെ പറയണ്ട, ഇടയ്ക്ക് സഹായിക്കും, ഇടയ്ക്ക് സഹായിക്കത്തില്ലെന്ന് പറയും, പിന്നെ സഹായിക്കും എന്ന് പറയും, അത് പിന്നെ ബിഷപ്പിനെ വിടുക. അങ്ങനെ രേണുവിനെ സഹായിച്ചവരെല്ലാം പറഞ്ഞാൽ മാറിപ്പറയും. അങ്ങനെ സീമാജി നായർ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ, ശുഭദിനം, നല്ലത് എന്ന് വിചാരിച്ച് ചെയ്യുന്നത് തെറ്റായി മാറുന്നു. എൻ്റെ മുമ്പിൽ എന്ത് ചെയ്തു കൊടുക്കുമ്പോഴും നല്ലതാകണം എന്ന് കരുതി ചെയ്യുന്നു. അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ പ്രശസ്തിക്കോ അല്ല. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് PR വർക്ക് തുടങ്ങണം. അപ്പോൾ ഓക്കെ, രേണുവിന് ഈ സാധനം കൊടുത്തത് PR വേണ്ടിയിട്ടല്ല, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല എന്ന് പറയുമ്പോഴത്തേനും നമ്മളത് പോസ്റ്റ് സീമാജി നായർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അവരൊരു പബ്ലിസിറ്റി ഉദ്ദേശിച്ചു. ആ പബ്ലിസിറ്റിക്ക് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളൊരു കഥാപാത്രമായി നിന്നു കൊടുത്തു കേട്ടോ. എന്തി പോയോ, എന്ത് ചെയ്യണോ എന്തോ, കൂടെയുള്ളവർ പോലും അറിയുന്നില്ല. പക്ഷേ എന്തോ നമ്മളൊന്ന് വിചാരിക്കുന്നു, നടക്കുന്നത് മറ്റൊന്നും. എനിക്ക് പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ സോഷ്യൽ മീഡിയ വർക്കിന് ഇറങ്ങി പുറപ്പെടുന്നത്. ഞാൻ വഴി ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും സഹായം കിട്ടുന്നു എന്ന് മാത്രം കരുതിയിട്ടാണ്. എല്ലാം നിർത്താം, മനസ്സമാധാനമാണ് വലുത്. മര്യാദയ്ക്ക് ഒരാളെ സഹായിക്കാൻ വന്നവരെ അവരെ ഊക്കിവിട്ട് ഇനി അവരൊരു മനുഷ്യനെ സഹായിക്കുന്നില്ലെന്നാണ് പറയുന്നത്. നല്ലതാട്ടോ. ഇവർക്ക് വീട് വെച്ചത് കൊടുത്തോണ്ട് ഇനി ഫിറോസിക്ക് ആർക്കും വീട് വെച്ച് കൊടുക്കത്തില്ല. ഇവർക്ക് സ്ഥലം കൊടുത്തോണ്ട് ബിഷപ്പിന് ഒരു ഒറ്റ മനുഷ്യന് സ്ഥലം കൊടുക്കത്തില്ല. ഇവർക്ക് ലേശം പൈസ കൊടുത്ത് സഹായിച്ചുകൊണ്ട് സീമാജി നായർ ഇനി എൻ്റെ അതുപോലെ ചാകാൻ കിടന്നാലും ഞാൻ സഹായിക്കത്തില്ല. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളാം. ഓക്കെ, ഇനി ബിഷപ്പിൻ്റെ ഒരു സാധനം വന്നിട്ടുണ്ട്. ബിഷപ്പാണല്ലോ ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് കത്തി ജ്വലിച്ച് നിൽക്കുന്നത്. ബിഷപ്പാണെങ്കിൽ രാവിലെ ഒരു വാക്ക് പറയും, ഉച്ചയ്ക്ക് മറ്റൊരു വാക്ക് പറയും, വൈകിട്ട് വേറൊരു വാക്ക് പറയും. ഇതിൽ ഏത് വാക്ക് വിശ്വസിക്കണം എന്നുള്ളത് നമുക്കിങ്ങനെ ടോസ് ഇടുവാണെങ്കിൽ പോലും രണ്ട് വശമേ കിട്ടത്തുള്ളൂ. അപ്പം നമ്മളിങ്ങനെ നറുക്ക് എഴുതിയിട്ടിട്ടാണ് ബിഷപ്പ് പറഞ്ഞാൽ ഏത് വിശ്വസിക്കണമെന്ന് മനസ്സിലാക്കാൻ. ഇപ്പം ബിഷപ്പ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. പ്രയാസം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ട വീഡിയോയ്ക്കകത്ത് കണ്ടു കാണും, സോഷ്യൽ മീഡിയ വന്നേക്കുന്നത് എല്ലാവരും പറയുക പൊട്ടിക്കും എന്ന് പറഞ്ഞ് ഞാൻ എന്തോ പറയാനിരിക്കുന്നു, ഇപ്പൊ പൊട്ടിക്കുന്ന സംഭവം എന്താണെന്ന് നടന്നവർക്കും ആ കാര്യങ്ങൾ എന്തൊക്കെ ഏർപ്പാടുകൾ നടന്നിരിക്കുന്നതെന്നുള്ളതും ഒക്കെ പബ്ലിക്കിന് മുമ്പിൽ പറയേണ്ട ഒരു സന്ദർഭം വരുമ്പോൾ അവരത് പറയുക തന്നെ ചെയ്യും, അതിനെതിരെ അപ്പൊ അവര് പറഞ്ഞോട്ടെ. ബിഷപ്പ് എന്തിനാണ് കിച്ചുവിന് ചെയ്ത പല കാര്യങ്ങളും ഞങ്ങൾ പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രാഹുൽ ദാസ് നാറും എന്നൊക്കെ പറയുന്ന അച്ഛൻ എന്തിനാ പറയാൻ നിൽക്കുന്നത്? അത് ആ വിഷയം അനുഭവിച്ചവരും ആ വിഷയത്തിൽ അനുഭവിക്കപ്പെടേണ്ടവരും ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നമല്ലേ. അച്ഛൻ എന്തിനാ വെറുതെ ഇതിനകത്തൊന്നൊരു അഭിപ്രായം പറഞ്ഞ് രാഹുൽ ദാസ് ഇവിടെ വന്നാൽ വേണേ ആ ഒരു മുറി കയറി കിടന്നോണം, രേണുവിനെ ഇനി ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ ഇറങ്ങും ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ എന്തിനാ പിന്നെ അതിനകത്ത് സംസാരിക്കുന്നത്? അപ്പം അച്ഛൻ അറിയാം അത് ഇവരും തമ്മിൽ പറയേണ്ട വിഷയമാണെന്നുള്ളത്. അതിലും ഈ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ബിഷപ്പിനോട് ഒരു പുള്ളിക്കാരി വിളിച്ച് സംസാരിച്ചു. ആ സംസാരിച്ച സാധനം ബിഷപ്പിന്റെ പെർമിഷൻ ഇല്ലാതെ അവർ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തു. ഓക്കെ, അത് നിങ്ങൾ മനസ്സിൽ വെച്ചോ, അത് വരുമ്പോൾ ഞാൻ പറയാം. ഉണ്ടാവുമല്ലോ, അത് പൊട്ടിക്കും എന്ന് പറഞ്ഞ് എന്നെ അപമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ സംഭവിച്ചെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ, നാട്ടുകാർക്ക് അറിയാമല്ലോ. സമൂഹത്തിൽ പലർക്കും ഈ സംഭവങ്ങൾ അറിയാവുന്നതാണ്. ഞാൻ എന്തിനാ പറയേണ്ട ആവശ്യം? പിന്നെ അതുപോലെ ഇന്നലെ ഒരു സഹോദരി ഏതോ ഒരു സ്ഥലത്തു നിന്ന് ഒരു ലേഡി എന്നെ ടെലിഫോണിൽ വിളിച്ചിട്ട് അവരെന്നോട് വിശദമായ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അപ്പം നമ്മളെല്ലാം പറഞ്ഞു കൊടുത്ത് ഏതോ ഒരു ലേഡി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛാ കിച്ചുവിൻ്റെ കേസ് എന്താ, രേണുവിൻ്റെ കേസ് എങ്ങനെയാ,
ഇല്ല തങ്കച്ചൻ ഇപ്പൊ എന്താ പരിപാടി? അപ്പൊ അച്ഛനെല്ലാം പറഞ്ഞു കിച്ചു അവൻ അവിടെ മറ്റേ പോലീസ് സ്റ്റേഷനിൽ ബൈക്ക് പിടിച്ചു വെച്ചത് മറ്റവൻ രേണു തങ്കപ്പെട്ട കൊച്ച്. രേണു അസുഖബാധിതയായി കിടക്കുന്നു, പിന്താങ്ങ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് ചെന്നു. തങ്കച്ചൻ ഇതുപോലെ പുണ്യാത്മ. ഇത് ഇങ്ങനെ സകല വിവരങ്ങളും അച്ഛൻ എന്തിനാ ഇവരോട് വിളമ്പാൻ നിൽക്കുന്നത്? ഈ ലേഡി ആരാണ് അച്ഛൻ അറിയാമോ? അച്ഛന് അടുപ്പമുള്ള ആളാണോ? അച്ഛന് പരിചയമുള്ള ആളാണോ? അവരിൽ എന്ത് ക്രെഡിബിലിറ്റി അച്ഛൻ കണ്ടിട്ടാണ് അവരോടെല്ലാം വിളമ്പി സ്വാഭാവികമായിട്ടും അവരിതെല്ലാം കുഴപ്പമാക്കി സോഷ്യൽ മീഡിയയിലിട്ട്. അപ്പം നമ്മളെന്തിനീ ചോദിക്കുന്നവരോടെല്ലാം ആവശ്യമില്ലാത്ത വാപോയ കോടായി പോലെ കഥകളൊക്കെ പറയാൻ നിൽക്കുന്നത്? എവിടെ ആരോട് പറയണം എന്നൊക്കെ ഒരു ബോധ്യം അച്ഛന് വേണ്ടേ? അച്ഛന് ബോധ്യം ഉണ്ട്. റെക്കോർഡ് ചെയ്തു. എൻ്റെ അനുവാദമില്ലാതെ ആ ലേഡി, ആ പേജ് നടത്തുന്ന ആ ലേഡി അവരെന്ത് ചെയ്തു? അവരത് സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന് അവർ പബ്ലിക്കിന് അത് കൊടുത്തു. അപ്പോൾ ഞാൻ ഈ വോയിസ് അടക്കം എൻ്റെ അഡ്വക്കേറ്റിനും അതുപോലെ അവരുടെ പേജിന്റെ ഡീറ്റെയിൽസും എല്ലാം എടുത്ത് അഡ്വക്കേറ്റിന് കൊടുത്തിരിക്കുകയാണ്. പോലീസിന് അവർ വക്കീൽ ഇപ്പോൾ ഉടൻ തന്നെ സൈബർ സെല്ലിലേക്ക് അതിന് നടപടി. ഒരാളുടെ അനുവാദമില്ലാതെ അവരുടെ ഫോട്ടോയോ അവരുടെ വോയിസോ കൊടുക്കുക എന്നുള്ളത് കർശനമായ നിയമത്തിന് ലംഘിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പം ഈ ലേഡിയോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം പുള്ളിക്കാരൻ്റെ പെർമിഷൻ കൂടാതെ പുള്ളിക്കാരൻ്റെ വിശ്വാസം പിടിച്ചു പറ്റി ഇതൊരു ലീക്കിംഗ് പരിപാടിയാണേ. ഇത് ലീക്കിംഗ് പരിപാടിയോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. അതെന്തെങ്കിലും സോഷ്യൽ ഈവിൾ നടക്കുമ്പോഴൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ പോലെ ചെയ്യാം. അല്ലാതെ രണ്ട് കുടുംബത്തിലെ പേഴ്സണൽ പ്രശ്നങ്ങൾക്കിടയിൽ പോയി വോയിസ് റെക്കോർഡ് ചെയ്ത് പുറത്തു വിടുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. എൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് എന്നെ അപമാനപ്പെടുത്തുന്ന ഏത് വ്ളോഗർമാരാണോ അവർക്കെതിരെ കർശന നടപടിയുമായിട്ട് ഞാൻ, എൻ്റെ പെർമിഷൻ വേണം. എൻ്റെ ഫോട്ടോ വെച്ച് എന്നെ അപമാനിക്കുമ്പോൾ എന്തിനു വേണ്ടി എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ഫോട്ടോ ഉപയോഗിച്ചു? രാവിലെ ബിഷപ്പിനെ വിളിച്ചിട്ടേ, ഹലോ ബിഷപ്പ് നോബൽ ഫിലിപ്പ് ഇല്ലയോ? പറയൂ. അതെ, ഞാൻ ബിഷപ്പിനെ ഒന്ന് അപമാനിക്കാൻ പോട്ടോ, ജസ്റ്റ് ഒന്ന് അവഹേളിക്കാൻ പോവാ, പെർമിഷൻ ഒന്ന് തരാമോ, ഒരു ഫോട്ടോ ഒന്ന് തരാമോ, ജസ്റ്റ് ഒന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബിഷപ്പ് അപമാനിക്കാനുള്ള അവസരം തരുമോ? ഇതൊരിക്കലും അപമാനീയരല്ല. ബിഷപ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ എടുത്ത് പുറത്തോട്ട് വിടുന്നത്. ബിഷപ്പ് അപ്പം പറഞ്ഞത് ഇപ്പോൾ അല്ലാതെ ആരെങ്കിലും ബിഷപ്പ് പറയാത്തൊരു സാധനം AI വെച്ചിട്ട് ബിഷപ്പിനെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്തുകൊണ്ട് വരുന്നതല്ലോ. ഇതെല്ലാം ബിഷപ്പ് പറഞ്ഞ സാധനങ്ങൾ തന്നെയല്ലേ. ഇതിനകത്തപ്പോൾ എവിടെ അവഹേളിച്ചത്, അപമാനിച്ചത്? ബിഷപ്പ് പറഞ്ഞതിനകത്ത് ആൾക്കാർ അഭിപ്രായം പറയുന്നു. ഞാൻ ഒരു ഫോട്ടോ ഇടും കേട്ടോ, തമ്മിൽ ഒരു ഫോട്ടോ, പെർമിഷൻ തന്നേക്കണേ. വേണ്ടി എന്നെ പേഴ്സണലി ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ വോയിസ് എന്തിനും ഒരു പബ്ലിക്കിന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അവർക്കെതിരെ സൈബർ സെല്ലിലേക്കും കോടതിയിലേക്ക് പോയിട്ട് എന്താണ് അഡ്വക്കേറ്റിന് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ചെയ്യാനായിട്ട് അഡ്വക്കേറ്റിന് ഞാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന് വേണ്ട നടപടികളുമായിട്ട് ഞാൻ നീങ്ങാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. കാരണം ഇതൊരു ഒരിക്കലും നീതിക്ക് നിരക്കുന്ന കാര്യമല്ല. നീതിയെ കുറിച്ച് ബിഷപ്പ് പറയുന്നത്, ബിഷപ്പ് ഇപ്പൊ കാണിക്കുന്ന നീതികളൊക്കെ ബിഷപ്പിന് അറിയാലോ. നീതിമാനായിട്ടാണല്ലോ ബിഷപ്പ് ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ ഓരോ സീസൺ വൈസ് ബിഷപ്പിന്റെ നീതി മാറുമോ? ആദ്യം കിച്ചുവിൻ്റെ കൂടെ ആയിരുന്നു നീതി, അല്ലെങ്കിൽ രേണുവിന് അഗൻസ്റ്റ് ആയിരുന്നു നീതി. ഇപ്പം രേണുവിന് അനുകൂലമായ നീതി, അപ്പോൾ കിച്ചുവിന് അഗൻസ്റ്റ് ആയി നീതി. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അത് മാറി. ഇപ്പം കിച്ചുവും ഞാനും തമ്മിൽ ഒരു പ്രശ്നമില്ല, ലവ എങ്ങനെയും ജീവിച്ചോട്ടെ, അപ്പം നീതി അങ്ങോട്ട്. നിങ്ങൾ ഈ വാക്ക് മാറ്റി മാറ്റി പറയുന്നതാണ് ബിഷപ്പ് ഈ പ്രശ്നം. അത് നിർത്തിയിട്ട് ബിഷപ്പ് ഒന്നെങ്കിൽ സോഷ്യൽ മീഡിയയിലൊന്നും ഒരു ബൈറ്റ് കൊടുക്കാതിരിക്കുക. കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു സ്റ്റാൻഡിൽ തന്നെ ഉള്ളവനാണെന്ന് കാണിക്കുന്ന പോലത്തെ ഒരു പോയിന്റെങ്കിലും കൊടുക്കുക കേട്ടോ. വേണ്ടി ഇങ്ങനെ ഒരാൾ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ അവരതെടുത്ത് സോഷ്യൽ മീഡിയ കൊടുക്കുക. ഞാൻ ഒരിക്കലും അവരൊരു അമ്മയാണ്, ഒരു ലേഡിയാണ്, ആ ഒരു ബഹുമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ ലേഡിയോട് സംസാരിച്ചത്. ഒരു മോശമായ വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവരെന്തിന് ഒരാളുടെ പേഴ്സണൽ സംസാരം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇത് സമൂഹത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? ഒരാളെ വിളിച്ചിട്ട് മറ്റൊരാളുടെ അപരാധ കുറ്റങ്ങൾ മൊത്തം പറയുന്നത് നല്ല മെസ്സേജാ ബിഷപ്പാ, നല്ല മെസ്സേജാ. ഒരു സ്ത്രീ വിളിച്ചപ്പോഴത്തേനും കിച്ചുവിൻ്റെ രേണുവിൻ്റെ ഒക്കെ കുറ്റം പറഞ്ഞു, നല്ല മെസ്സേജാ, സൂപ്പർ മെസ്സേജാ. അത് അവരെടുത്ത് സോഷ്യൽ മീഡിയ പബ്ലിഷ് ചെയ്തു. എന്ത് മെസ്സേജ് അവർ കൊടുക്കുന്നത്? അല്ല, ബിഷപ്പ് ചെയ്തതിനകത്ത് ശരിക്കും ന്യായമുണ്ടെന്ന് ബിഷപ്പ് വിശ്വസിക്കുന്നുണ്ടോ? ബിഷപ്പ് പറയുന്നത് ഇതൊക്കെ എന്ത് തരം ന്യായീകരണങ്ങളാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നാട്ടിൽ ആർക്കും ജീവിക്കണ്ടേ? ഈ കേരളത്തിൽ ആർക്കും ജീവിക്കണ്ടേ? ഇങ്ങനെ ഇത്രമാത്രം അധപ്പതിച്ചു പോവുകയാണോ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഏതാനും ചില സഹോദരങ്ങളായിട്ട് നടക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും? ഇവർക്കെതിരെ കർശന നടപടി ബഹുമാനപ്പെട്ട ഗവൺമെന്റ് തലത്തിൽ തന്നെ ഉണ്ടാകണം. ഇപ്പൊ തന്നെ നമുക്ക് ഈ അമ്മ സംഘടനയിൽ തന്നെ നടന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട പിഷാരടി MLA സംസാരം പുറത്തു പോയിരിക്കുന്ന ഒരു വോയിസ് ഭയങ്കരമായ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സാധനം പിഷാരടി പറഞ്ഞതല്ലയോ? പിഷാരടി എന്നിട്ട് അതിനെതിരെ പ്രതികരിച്ചോ? പിഷാരടി വന്നിട്ട് എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ വോയിസ് ലീക്ക് ചെയ്തു, ഞാൻ എൻ്റെ വക്കീലിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഇത് തെറ്റാണ്, സൈബർ ലോ പ്രകാരം തെറ്റാ ഒന്നും പറഞ്ഞിട്ടില്ല. പുള്ളി പറഞ്ഞ ഒരേ ഒരു സാധനം എന്താ? ചതിച്ചതാടാ, എന്നെ ചതിച്ചതാ എന്ന് മാത്രമേ പുള്ളിക്കാരൻ പറഞ്ഞുള്ളൂ. ആ ചതിയാണ് ബിഷപ്പിന് സംഭവിച്ചത്. അപ്പോൾ പിഷാരടി ആ സംസാരിച്ച പോലെ ബിഷപ്പ് സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ബിഷപ്പിന് കൺട്രോൾ വേണമായിരുന്നു. ആരെങ്കിലും വിളിച്ച് ചോദിച്ച ഉടനെ മനസ്സിൻ്റെ കവാടം തുറന്ന് സകല രഹസ്യങ്ങളും വാരി പുറത്തോട്ട് ഇട്ടിട്ട് അതപ്പോൾ നമ്മുടെ ഉള്ളിലത്തെ ഞാൻ ചോദിച്ചോട്ടെ, ബിഷപ്പിനോട് ഒരാൾ ഒരു കുംഭസാര രഹസ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിൽ വെക്കാൻ ബിഷപ്പിന് പറ്റുമോ? എൻ്റെ അറിവ് പ്രകാരം ഈ ബിഷപ്പിൻ്റെ മനസ്സിൽ ഒന്നും ഇരിക്കത്തില്ല, എല്ലാവരോടും പറയും.
കുമ്പസാരമൊക്കെ ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ നിങ്ങളവിടെ. സംസാരിച്ച ഒരു വോയിസ് ആണ് ആ ഒരു വോയിസ് ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA പിഷാരടിയുടെ ഒരു വോയിസ് പുറത്തു വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിയമസഭയിൽ തന്നെ സംസാരിച്ച് നടപടിയെടുക്കുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോടും ഒരു ബിഷപ്പ് എന്ന രീതിയിൽ എനിക്ക് അപേക്ഷിക്കുവാനും പറയുവാനും നിർദ്ദേശിക്കുവാനുമായിട്ടുള്ള കാര്യമാണ് ഇത്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും മറ്റ് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരോടും എനിക്കും അഭ്യർത്ഥിക്കാനുണ്ട് ഒരു സാധനം. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവിടെ ഒരെണ്ണം പറയും അവിടെ ഒരെണ്ണം പറയും, ഇങ്ങനെ വാക്ക് മാറ്റി മാറ്റി പറയുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ നിയമസഭയിൽ സംസാരിച്ച് തീരുമാനമെടുത്തത് നിയമമാക്കി കൊണ്ടുവരണമെന്നാണ് എനിക്കും പറയാനുള്ളത്. അപ്പൊ ഈ ബിഷപ്പിനെ പോലുള്ളവർ അവിടെ ഒന്ന് പറഞ്ഞു ഇവിടെ ഒന്ന് പറഞ്ഞു പിന്നെ മാറ്റി പറഞ്ഞു അപ്പനോട് ചെയ്തില്ല. നിയമം വരുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ വരണ്ടേ? ബിഷപ്പ് പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെയായി മൊത്തം പുറത്തു വന്നിരിക്കുന്നേ. ആദ്യം ഒന്ന് പറയും, പിന്നെ വേറൊന്ന് പറയും, പിന്നെ അത് മാറ്റി പറയും, പിന്നെ അത് തിരുത്തി പറയും. ഇതെന്ത് നോട്ട്ബുക്കോ വെട്ടി വെട്ടി എഴുതാനായിട്ട്? അപ്പോൾ ബിഷപ്പ് അങ്ങനെ മാറ്റി മാറ്റി പറയുമ്പോഴത്തേനും ജനങ്ങൾ അതിനകത്ത് ബിഷപ്പിനെ ചോദ്യം ചെയ്യും. അല്ലെങ്കിൽ ബിഷപ്പ് ചെയ്യേണ്ട ഒന്നെങ്കിൽ മാറ്റി മാറ്റി പറയാൻ നിൽക്കല്ലേ, അല്ലെങ്കിൽ പറയുന്നത് വളരെ ലൈറ്ററായിട്ട് പറയണം. ഒരാളെ ചേർത്ത് പിടിക്കുമ്പോൾ മറ്റവൻ്റെ കാരണം നോക്കി പോയിച്ചിട്ടല്ല ബിഷപ്പ് അതിനകത്ത് അഭിപ്രായം പറയേണ്ടത്. അല്ലെങ്കിൽ ദൈവം ഈ സോഷ്യൽ അതും കൊടുത്തു തീർക്കുക. മെയിൻ സ്ട്രീം ആണ് ഈ ചാനലിന് നിയമപരമായി വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ള ഒരാളാണ് ബിഷപ്പ്. ബിഷപ്പിന് ആരെ കണ്ടാലും വക്കീൽ നോട്ടീസ് കൊടുക്കൊരു വക്കീൽ നോട്ടീസ്, ഇവന് കൊടുക്കൊരു വക്കീൽ നോട്ടീസ്, രേണുവിനും കൊടുക്കൊരു വക്കീൽ നോട്ടീസ്. ഇങ്ങനെയാണ് ബിഷപ്പ് സകലമായ മനുഷ്യൻ വക്കീൽ നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഈ കുരിശിലൊക്കെ പോയി വീടുന്നത്? എന്തിനാണ് ചുമ്മാ വീട്ടിൽ ഇരുന്ന് ബിഷപ്പിനെ പറ ബിഷപ്പ് പറ എന്ന് പറഞ്ഞ് കുത്തി ഇളക്കിയതല്ലല്ലോ. അവർക്ക് ഇന്റർവ്യൂവിന് വന്നപ്പോഴത്തേനും നിങ്ങളുടെ ചാനൽ എനിക്ക് തരാൻ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനലിൽ ഇത്ര സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ്സ് പറയാൻ അത്രയും പാടില്ലായിരുന്നില്ല അവരോട് എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ സൗകര്യം ഇല്ലെന്ന് പറയാൻ. ഇപ്പൊ ഇന്റർവ്യൂ കൊടുത്തവരൊക്കെ ശുദ്ധന്മാര്, പറഞ്ഞ ബിഷപ്പ് കിടിലം, വാക്ക് മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അഴുക്കുക. ഈ വിഷയത്തെ വെച്ച് ഞാൻ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്കും പ്രത്യേകമായിട്ടുള്ള പരാതി കൊടുക്കുന്നതുമായിരിക്കും. ഈ എൻ്റെ വോയിസ് എടുത്ത് രഹസ്യമായി എന്നെ സംസാരിച്ചിട്ട് ആ വോയിസ് എടുത്ത് പബ്ലിക്കിന് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി തന്നെയാണ് ആ സ്ത്രീയോട് സംസാരിച്ചത്. അപ്പോൾ ഇതിനെതിരെ കർശന നടപടി ഉണ്ടാകും. ഉടൻ തന്നെ 2-3 ബ്ലോഗർമാർക്കെതിരെ കർശനമായ നിയമ നടപടി ഉടൻ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. യാതൊരു സംശയവുമില്ല, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. രേണു ഇത്രയും കാലവും ചെയ്തു പോയിട്ടുള്ളതായ തെറ്റുകുറ്റങ്ങൾ അതിനെ ഗ്ലോറിഫൈ ചെയ്യുവാനോ രാഹുൽ ദാസിനെ ഇകഴ്ത്തുവാനോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. രേണു സുധി അവരുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളും കുറവശങ്ങളെല്ലാം ദൈവത്തിന്റെ മുൻപാകെ അവർ ക്ഷമ ചോദിക്കുന്നതോടൊപ്പം തന്നെ ഒരു ബിഷപ്പ് എന്ന രീതിയിൽ എന്നോടും അവർ കുടുംബമായിട്ട് അവരും അവർ ഫാമിലിയും രേണു സുധിയും അദ്ദേഹത്തിന്റെ പിതാവും മാതാവും സഹോദരിയും എല്ലാവരും വന്ന് എന്നോട് ഇവിടെ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് ക്ഷമ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഞാൻ രേണു സുധിയോട് ഒരു വൈദികൻ എന്ന രീതിയിൽ ഒരു മിഷണറി ബിഷപ്പ് എന്ന രീതിയിൽ അവരോട് ക്ഷമ കൊടുക്കുകയും അവർക്ക് വേണ്ടി നിരന്തരം അവർ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന സമയങ്ങളിലൊക്കെ സന്ദർഭം കിട്ടുമ്പോൾ ആ കുടുംബത്തിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ അവരെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളതല്ലാതെ രേണുസ്തുതി ഇതിനു മുമ്പ് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം നല്ലതാണെന്ന് ഞാൻ എവിടെ ഇതുവരെയും പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. ഈ പറഞ്ഞത് ന്യായം. ഇപ്പൊ ഈ പറഞ്ഞതുപോലെയാണ് ഒരു ബിഷപ്പ് സംസാരിക്കേണ്ടിയിരുന്നത്. ഇതുപോലെയാണോ ബിഷപ്പ് ഇതിനു മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്നത്? അവരെന്ത് തെറ്റുകുറ്റങ്ങൾ ചെയ്താലും അവരുടെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞു, അവരുടെ ഈ വയ്യായികയിൽ എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു, ഞാൻ എനിക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്നു, അവരെ ഇകഴ്ത്താനോ ഇവരെ ഇകഴ്ത്താനോ ഞാൻ ആളല്ല. ഇത് പറഞ്ഞാൽ മതിയായിരുന്നു. അതിന് പകരം ബിഷപ്പ് എന്നെ പറഞ്ഞേ രേണു അവർ അസുഖബാധിതരായിരിക്കുന്നു, പാവം കിച്ചു, ഋതുൽ, രാഹുൽ ദാസ് ഇവൻ ചെയ്തതൊക്കെ നമുക്കറിയാം. പോലീസുകാരൊക്കെ എന്നോട് വന്ന് ചോദിക്കാറുണ്ട്. അതിന് പോകുമ്പോൾ പോലീസുകാർ ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് രാഹുൽ ദാസിന്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നില്ലേ, രാഹുൽ ദാസിനെ കുറിച്ച് 2 അഭിപ്രായം പറയുമോ എന്ന് പറഞ്ഞു അച്ഛനോട് വന്ന് ചോദിക്കുമോ? എന്തിനാണ് അച്ഛനോട് ചോദിക്കുന്നത്? അത് അയൽവക്കം എന്നുള്ളതേ ഉള്ളൂ. ആ വീടും അച്ഛനും തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധമില്ല. അത് അവർക്ക് കൊടുത്തു. ഇതപ്പോൾ അവരുടെയാണ് ഇപ്പം അത്. എന്തിനാണ് അച്ഛൻ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളിനകത്തോട്ട് ഇതാക്കുന്നത്? പബ്ലിക് ന്യൂസൻസ് നടക്കുമ്പോൾ അച്ഛൻ കൊണ്ട് കേസ് കൊടുക്കും. അല്ലാതെ അവൻ ബൈക്കിൽ കേസ് ഉണ്ടാക്കി കേട്ടോ, അവൻ മദ്യപിച്ച് വണ്ടി ഓടിച്ച് പോലീസിനോട് പറയാണ്ട് പോലീസ് പോലീസ് പോലീസ്. അതിൻ്റെയൊക്കെ ആവശ്യം അച്ഛൻ എന്താണ്? അങ്ങനെയാണ് അച്ഛൻ സ്ഥലം കൊടുക്കാതിരിക്കുന്നത്. ഈ അച്ഛൻ്റെ അടുത്ത് പോയി സ്ഥലം മേടിക്കാം എന്നല്ലേ? അവരുടെ ഭാഗത്ത് വന്ന തെറ്റുകുറ്റങ്ങളെ പോർക്കുവാൻ ദൈവത്തിനും കഴിയും. ദൈവമാണ് പാപങ്ങളെ ക്ഷമിക്കുന്നതും തെറ്റുകുറ്റങ്ങളെ പോർക്കുന്നതും ദൈവമാണെന്നുള്ളൊരു ചിന്ത. പക്ഷേ രാഹുൽ ദാസിന്റെ തെറ്റുകുറ്റങ്ങളൊന്നും പൊറുക്കാൻ ദൈവം പറഞ്ഞിട്ടില്ല കേട്ടോ. രേണുവിന്റെ തെറ്റുകുറ്റങ്ങളെ പൊറുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. രാഹുൽ ദാസിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ കേട്ടിക്കളയാൻ അങ്ങനെയാണോ? അപ്പോൾ രാഹുൽ ദാസിന്റെ തെറ്റുകുറ്റങ്ങളെ പൊറുക്കണ്ടേ? അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രായച്ചിത്തം അല്ലെങ്കിൽ അവനെ നേർവഴിക്ക് നടത്താനുള്ള സാധനങ്ങളല്ലേ നമ്മൾ കൊടുക്കണ്ടേ? അതിന് പകരം അവനെ അങ്ങ് കോർണർ ചെയ്ത് ഞാൻ മുൻപോട്ട് പോകുന്നത് അല്ലാതെ അവരെ ഗ്ലോറിഫൈ ചെയ്യാനോ രാഹുൽ ദാസിനെ ഇകഴ്ത്തുവാനോ ഞാൻ എവിടെയും ശ്രമിച്ചിട്ടില്ല. അതിനുവേണ്ടി ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല. പിന്നെ പൊതുസമൂഹത്തിൽ എന്നെ വലിച്ചു കയറാൻ ഇട്ട് കൊടുക്കുന്ന യൂട്യൂബേഴ്സിനോടും ബ്ലോഗേഴ്സിനോടും ഒരു വിഭാഗം ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്നെ കൊണ്ട് ഉപജീവിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ തന്നെ നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കോളൂ. എനിക്കതിന് യാതൊരു പരാതിയുമില്ല. നിങ്ങൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ, നിങ്ങൾ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായില്ലേ. പക്ഷേ ഞാൻ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യും, ചെയ്യുക തന്നെ ആണ് എനിക്ക് എൻ്റെ മുമ്പിലുള്ള നിയമത്തിന് മുമ്പിൽ പോകുക, നിയമത്തിൻ്റെ വഴിക്ക് പോകും. ഞാൻ അതനുസരിച്ച് മുൻപോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ. ആദ്യം പറഞ്ഞ് നിങ്ങളൊക്കെ എന്നെ കൊണ്ട് ജീവിച്ചോ, എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാന്ന്. അത് ആ പറഞ്ഞങ്ങോട്ട് സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ട് ഒരു ഫുൾ സ്റ്റോപ്പോ കോമ ഇടുന്നതിന് മുമ്പ് പക്ഷേ ഞാൻ നിയമപരമായിട്ട് പോകും. ഇല്ല, അച്ഛനെ ചുമ്മാ നമ്മളൊന്ന് ചൊറിയുന്നതാണോ? വെറുതെ അച്ഛൻ ചുമ്മാ വീട്ടിൽ മനസമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ബൈബിളൊക്കെ വായിച്ച് ഇങ്ങനെ ചില്ലടിച്ചിരിക്കുമ്പോഴത്തേനും നമ്മൾ വന്നിട്ട് എന്നാ പിന്നെ ബിഷപ്പിനെ 4 കുറ്റം പറഞ്ഞിട്ട് കുറച്ച് ഡോളർ അങ്ങ് ഉണ്ടാക്കിയേക്കാം. അങ്ങനെയൊന്നും അല്ലല്ലോ.
ബിഷപ്പ് വന്നിട്ട് സോഷ്യൽ മീഡിയയിലെ മുമ്പിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെയല്ലേ നമ്മൾ എടുത്തിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനേക്കുള്ള വഴി തെളിയിച്ചതാരാ? ബിഷപ്പ് തന്നെ ഇല്ലയോ? താൻ ചെയ്യുന്ന പാപത്തിൻ്റെ പുണ്യത്തിൻ്റെ കർമ്മഫലങ്ങൾ താൻ തന്നെ അനുഭവിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഏതായാലും കൊള്ളാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തു. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരും. ബൈ.